ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നല്ലൊരു സോഫ്റ്റ് റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ കളർ ആഡ് ചെയ്തിട്ടുള്ള ഒരു റെഡ് വെൽവെറ്റ് കേക്ക്. നമുക്കിനി അതിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം. ആദ്യം തന്നെ ഒരു അര കപ്പ് പാല് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു വെക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ വിനീഗർ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. വൈറ്റ് വിനീഗർ ആണ് ഉപയോഗിക്കേണ്ടത്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. അതിനുവേണ്ടി 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ എടുക്കുക. അതിലേക്ക് ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടീസ്പൂൺ കൊക്കോ പൗഡറും ഇട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഒരു 3-4 തവണ വരെ നമുക്ക് അരിച്ചെടുക്കാം. അപ്പോൾ അരിച്ചെടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് അത് മിക്സായി കിട്ടും. അതിനോടൊപ്പം തന്നെ നമ്മളുടെ കേക്ക് നല്ലൊരു സോഫ്റ്റ് കേക്കായിട്ട് കിട്ടും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയാണ് ഒരു 3-4 തവണ വരെ നമുക്കിത് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കുക. അതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടീസ്പൂൺ വാനില എക്സ്ട്രാക്റ്റും ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുമ്പോൾ അതിലേക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് പൊടിച്ച പഞ്ചസാര ഏകദേശം 1 കപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി അവസാനമായിട്ട് നമുക്കതിലേക്ക് 1/4 കപ്പ് വെജിറ്റബിൾ ഓയിലും ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ സാധാരണ ഒലിവ് ഓയിലോ കോക്കനട്ട് ഓയിലോ ഒന്നും ഉപയോഗിക്കരുത്. വെജിറ്റബിൾ ഓയിലാണ് നമ്മളിതിലേക്ക് എടുക്കേണ്ടത്. അപ്പോൾ അതൊരു 1/4 കപ്പ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നേരത്തെ മാറ്റി വെച്ച പാലിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ റെഡ് ജെൽ കളർ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു മിക്സ് നമ്മൾ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു മുട്ടയിലേക്ക് കുറച്ച് ഈസിയായിട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മളുടെ വെറ്റ് ഇൻഗ്രീഡിയൻസും ഡ്രൈ ഇൻഗ്രീഡിയൻസും റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആഡ് ചെയ്യുക. കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പരമാവധി കട്ടകളൊന്നും ഇല്ലാതെ രീതിയിൽ, കട്ടകളൊന്നും വരാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ചെയ്തതിന് ശേഷം ഒരു കേക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കേക്ക് പാൻ നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കണം. ഞാനിവിടെ കുറച്ച് ഓയിലൊക്കെ പുരട്ടിയതിന് ശേഷം പാച്ച്മെൻറ്റ് പേപ്പറൊക്കെ വെച്ച് ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. 8 ഇഞ്ചിൻ്റെ കേക്ക് പാനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച കേക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കുക. കേക്ക് മിക്സ് നമുക്ക് കേക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പ്രീ ഹീറ്റ് ആയിട്ടുള്ള ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ കേക്ക് മിക്സ് തയ്യാറാക്കുമ്പോൾ തന്നെ, അതായത് ഡ്രൈ ഇൻഗ്രീഡിയൻസും വെറ്റ് ഇൻഗ്രീഡിയൻസും മിക്സ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ പ്രീ ഹീറ്റ് ചെയ്യാനിടുക. ഏകദേശം 400 ഡിഗ്രി ഫാരൻഹീറ്റിൽ ആണ് പ്രീ ഹീറ്റ് ചെയ്യാനിടേണ്ടത്. ഏകദേശം എനിക്കൊരു 40-45 മിനിറ്റ് കേക്ക് ബേക്ക് ചെയ്യാനെടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മളുടെ ഓരോരുത്തരുടെ ഓവനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അങ്ങനെ കേക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ബേക്കായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒരു ടൂത്ത് പിക്ക് എടുത്ത് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കാം. അതിനുശേഷം ഞാനൊരു 3 ലെയറായിട്ട് ഇവിടെ കേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ടോപ്പ് ലെയർ ഞാൻ ജസ്റ്റ് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഞാനൊരു 2 ലെയർ കേക്കാണ് ഇവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ ബാക്കി 2 ലെയർസ് മാത്രമാണ് ഞാൻ കേക്കിന് വേണ്ടിയിട്ട് എടുക്കുന്നുള്ളൂ. കേക്ക് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആഡ് ചെയ്ത് ബീറ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ ബീറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പത്തെ കേക്കിൻ്റെ വീഡിയോസിലെല്ലാം പറയുന്നുണ്ട്.
അപ്പോൾ ആദ്യം നമുക്ക് ലോ ഒന്ന് ഹൈ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യുക, പിന്നെ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് അത് കുറുകി വരുമ്പോൾ ഹൈന്ന് മീഡിയം സ്പീഡിലേക്ക് മാറ്റുക, പിന്നെ മെല്ലെ ലോ സ്പീഡിലേക്ക് മാറ്റി വേണം ബീറ്റ് ചെയ്യാൻ. അപ്പോൾ ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ബീറ്റർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പൊക്കി നിർത്തി നോക്കുക. അപ്പോൾ പൊങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. നമുക്ക് ക്രീം ചീസ് ഫ്രോസ്റ്റിങ്ങിന് വേണ്ടി 2 ടേബിൾ സ്പൂൺ ക്രീം ചീസ് ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് ഞാൻ നേരത്തെ ബീറ്റ് ചെയ്ത് വിപ്പിംഗ് ക്രീമിൽ നിന്ന് കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്ത് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വേണമെങ്കിൽ നമുക്കൊരു ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് സ്പൂൺ കൊണ്ടാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ബാക്കിയുള്ള വിപ്പിംഗ് ക്രീമിലേക്ക് 1 ടീസ്പൂൺ വാനില എക്സ്ട്രാക്റ്റും കൂടി ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. ഇനി അതിനുശേഷം നമുക്ക് ഐസിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആദ്യം കുറച്ചൊന്ന് ക്രീം തേച്ച് കൊടുക്കുക, അതിനുശേഷം കേക്ക് വയ്ക്കുക. നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് അതിലേക്ക് ഫുള്ളായിട്ട് ഞാൻ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ടൊന്നത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗർ സിറപ്പോ അല്ലെങ്കിൽ സ്ട്രോബെറി പ്യൂരീസോ ഒക്കെ ഇതിൻ്റെ ലെയേഴ്സായിട്ട് യൂസ് ചെയ്യും. ഇനി നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച നമ്മുടെ വിപ്പിംഗ് ക്രീം വെച്ച് ജസ്റ്റ് ഒന്ന് കേക്ക് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. കേക്ക് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇനി ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ ടോപ്പ് ലെയർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ പൊടിച്ചതിന് ശേഷം ഒരു അരിപ്പ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അരിച്ച് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് വേറെ പൈപ്പിംഗ് ടൂൾസോ ഒന്നുമില്ലാതെ തന്നെ റെഡ് വെൽവെറ്റ് കേക്ക് ഇത്രയും സിമ്പിളായിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പൊടിച്ചതിന് ശേഷം അരിപ്പ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അത് അരിച്ചിട്ടാൽ മാത്രം മതി. നല്ല സോഫ്റ്റ് കേക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻസിലൂടെ അറിയിക്കുക. അടുത്ത റെസിപ്പിയുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.